വേഗം ഒഴുകി പോണം. പെട്ടെന്നാവട്ടെ. നോക്കടാ, അവളെ കെട്ടുപൊട്ടിച്ച് വന്നിരിക്കുന്നു. പിടിക്കണം അവളെ. ശ്രീകുട്ടി, മോളെ രക്ഷപ്പെട്ടു. വാ. നീ എവിടെയാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ടടി. അങ്ങനെ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. അടിക്കണവനെ. എല്ലാത്തിനും തൂക്കിയെടുത്ത് അകത്തിട്. എടുത്ത് വണ്ടിയിലിട്. എണീക്കടാ. എണീക്കടാ. യവനെ ഇവിടെ കെട്ടിക്കോ. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണേ. പോയി വണ്ടി കയറടി. ഓടി. ഇതൊരു വലിയ കുട്ടികളെ കടത്ത സംഘമാണ്. ശ്യാമയുടെയും അഖിലിന്റെയും അവസരോചിതമായ ഇടപെടൽ കാരണമാണ് പോലീസിന് ഇവരെ പിടിക്കാൻ കഴിഞ്ഞത്.
കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ അത്രയ്ക്ക് നരകിച്ച ഇവിടെ കഴിഞ്ഞത്. ചേച്ചി ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ശ്യാമയാണല്ലോ. ശ്യാമ, ചേച്ചി, ശ്രീകുട്ടി ഞങ്ങളോടൊപ്പം ഉണ്ട്. ശ്യാമേ, ശ്രീകുട്ടി മോള് നിങ്ങളോടൊപ്പം ഉണ്ടോ? എങ്ങനെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാനെന്ന് അരുണിനെ ഒന്ന് വിളിക്കട്ടെ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോൾ ഓക്കെ അല്ലേ? അരുൺ, അരുൺ, നമ്മുടെ മോളെ കിട്ടി. എടുത്തി നമ്മുടെ ശ്രീകുട്ടിയെ കിട്ടി. എവിടുന്ന്? ഈശ്വര, എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ, ഭാഗ്യം. ശ്യാമ, സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീകുട്ടി, ഞാനും ഹസ്ബൻഡും കൂടി ഒരു ബിസിനസ് ടൂറിന് വന്നതാ. യാദൃശികമായിട്ടാ ഞങ്ങള് ഈ ശ്രീകുട്ടിയെ കണ്ടത്. അപ്പോൾ ഒരു സ്ത്രീ ഭിക്ഷ എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവര് ഞങ്ങളുടെ ശ്രീകുട്ടിയും കൊണ്ട് നടക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ശ്രീകുട്ടിയെ കണ്ടുകിട്ടാനും രക്ഷിക്കാനും കഴിഞ്ഞത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ടാ ഞങ്ങൾ കാണുന്നത്.
എല്ലാം എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം. പിന്നെ അഖിൽ സാറും എസ് ഐ സാറും എല്ലാം തക്ക സമയത്ത് ഇതിൽ ഇടപെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശ്രീകുട്ടിയെ തിരിച്ചു കിട്ടിയത്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അംഗവൈകല്യം വരുത്തുകയും ഭിക്ഷാടനം നടത്തുകയും ചെയ്യുന്ന വലിയൊരു മാഫിയയാണ് ശ്യാമയുടെ അവസരോചിതമായ ഇടപെടലിലൂടെ പോലീസ് പിടിയിലായത്. ശ്രീകുട്ടിയെ ഈ യാചക സംഘത്തിന് വിൽക്കുകയോ കൈമാറുകയോ ചെയ്തിട്ടുണ്ടാവാൻ ഇടയില്ലേ? അങ്ങനെ ആരെങ്കിലും ശ്യാമയ്ക്കോ അഖിലിനോ സംശയമുണ്ടോ? ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ യാചക സംഘത്തിന്റെ നാവിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് എസ് ഐ സാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നാട്ടിൽ ഞങ്ങളുടേതായ അന്വേഷണം നടത്തും. അമ്മേ, ഇപ്പൊ അഖി പറഞ്ഞില്ലേ, ആ സംശയം എനിക്കുണ്ട്. അത് ഇവിടെ അങ്ങനെ ആര് ചെയ്യാനാ? ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ നാടോടികൾ ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലല്ലേ? ശരിക്ക് തല്ലുകൊള്ളുമ്പോ അവരെന്തായാലും സത്യം പറയും. അങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞ നിസാര കേസാണോ? അതിന് കൂട്ടു നിന്നത് ആരായാലും ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല. ഈശ്വര, ഇതോടെ വലിയ പ്രശ്നമാവോ? ആ രുക്കവും സംഘവും സത്യം പറയോ? എന്നാ ഞാൻ പെട്ടത് തന്നെ. ശ്യാമയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഞാൻ എന്തൊരു നല്ല കാര്യം ചെയ്താലും അവള് മനഃപൂർവ്വം അത് പൊളിക്കാൻ നടക്കുക. അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ കടത്തിക്കൊണ്ടുപോയ ആ ശ്രീകുട്ടിയെ കൃത്യം അവിടെ ചെന്ന് കണ്ടുപിടിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണം. ഇനി ശ്യാമയ്ക്ക് കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെന്ന് അമൃതയടുത്തൊക്കെ പറയുന്നത് സത്യമാണോ? അവള് വല്ല ദിവ്യശക്തിയുള്ള ആളാണോ? എന്തായാലും പോലീസിനെ സംശയിക്കല്ലേ ഭഗവാനെ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. അഖിലും ശ്യാമയും മോളെയും കൊണ്ട് ഇന്ന് എത്താറായെന്നല്ലേ പറഞ്ഞത്? അവരിപ്പോ വരും, നീ കരയാതെ. അമ്മേ, ശ്രീകുട്ടി, അമ്മേ, അമ്മേ, അമ്മ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? എന്റെ മോളെ അമ്മ പേടിച്ചു പോയടാ. മോളെ അരുണങ്കൾ, മോളെ, ശ്രീകുട്ടി, മോളെ, മോളെ, ശ്രീകുട്ടി, അങ്കിള് എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ മോളെ കാണാതെ? ശ്യാമേ, നിങ്ങൾ രണ്ടാളോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ശ്യാമേ. നന്ദിയോ? എന്നോടും അഖിൽ സാറിനോടുവോ? ഇതാ ഇപ്പം നന്നായേ. ശ്രീകുട്ടി ഞങ്ങളുടെയും കൂടി മോളല്ലേ? എന്നാലും
നിങ്ങൾ വിചാരിച്ചിട്ടാ മോളെ കണ്ടെത്താൻ പറ്റിയത്. സത്യത്തിൽ ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടാനായിട്ട് ഒരുങ്ങിയതാ. അപ്പോ ശ്യാമയ്ക്ക് ക്ഷേത്രത്തിൽ പോവാൻ തോന്നിയതാ ഭാഗ്യമായത്. അങ്ങനെയാ ശ്രീകുട്ടിയെ കാണാൻ പറ്റിയത്. എന്നും എപ്പോഴും സാക്ഷാൽ കണ്ണൻ ശ്യാമയ്ക്കൊപ്പം ഉണ്ടല്ലോ. മോളുടെ ഭാഗ്യം കൊണ്ട് അപ്പ ക്ഷേത്രത്തിൽ പോവാൻ കണ്ണൻ ശ്യാമയുടെ മനസ്സിൽ തോന്നിച്ചതാവും. എനിക്കിന്ന് അമ്മയോടൊപ്പം നിൽക്കണം. അയ്യോ മോളെ, അതെങ്ങനെയാ പറ്റുക? കുറച്ച് സമയം അമ്മയോടൊപ്പം നിൽക്കാം, പിന്നെ മോളെ അങ്കിള് അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അറിയാലോ, മുത്തശ്ശിയും എല്ലാരും മോള് തിരിച്ചു വന്നിട്ട് എവിടെയാണെന്ന് സംശയിക്കും. മാത്രമല്ല മുത്തശ്ശിയും അമൃത ആന്റിയും എല്ലാരും മോളെ കാണാൻ കാത്തിരിക്കുക. എനിക്ക് മുത്തശ്ശി അമൃതാന്റെ എല്ലാരും കാണാൻ കൊതിയായി. അത് നാളെ ആവട്ടെ. ഇന്ന് ഞാൻ അമ്മയോടൊപ്പം നിൽക്കട്ടെ അങ്ങളെ. മോളെ പിരിയാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. മോളിവിടെ നിന്നാ മോള് നാട്ടിലെത്തിയിട്ട് എവിടെയെന്ന് തിരക്കില്ലേ? പിന്നത് സംശയാവില്ലേ മോളെ? എനിക്കിന്ന് അമ്മയുടെ അടുത്ത് നിൽക്കണം. ഏട്ടാ, മോളിന്ന് അശ്വതീശ്വരുടെ അടുത്ത് നിൽക്കട്ടെ. സാരമില്ല ഏട്ടാ, അവിടുന്ന് ഐശ്വര്യ എടുത്തിയോ അമ്മയെ വിളിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞൊഴിയാം. മോളാകെ പേടിച്ചിരിക്കല്ലേ. മോളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ശ്യാമ പറഞ്ഞത് ശരിയാ. ഇന്നൊരു ദിവസം ശ്രീകുട്ടി ഇവിടെ നിൽക്കട്ടെ. താങ്ക് യു ശ്യാമേച്ചി. താങ്ക്സ് അങ്ങളെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ മോളെ? അങ്കിള് പോവാട്ടോ. മോളെ കൂട്ടിക്കൊണ്ടുപോവാൻ അങ്കിള് നാളെ വരാട്ടോ. അങ്കിൾ എവിടെ പോവാ? നമ്മുടെ വീട്ടിലേക്ക്. അങ്കിളിനെ ഞാനിന്ന് വിടില്ല. അയ്യോ മോളെ, അത് പറ്റില്ല. അങ്കിളെ എനിക്ക് പേടിയാ. അയ്യോ മോളെ, അങ്കിളിന് പോവാതെ പറ്റില്ല. പോവല്ലേ അങ്കിളെ, എനിക്ക് പേടിയാ. അയ്യോ മോളെ, എന്തിനാ പേടിക്കുന്നേ? ഇവിടെ മൂക്ക് കൂട്ടായിട്ട് അമ്മയുണ്ടല്ലോ, പിന്നെന്താ? എന്നാലും അവര് വരും. മുരുകനും വെള്ളച്ചാമിയും വീണ്ടും വരും. ഏയ് ഇല്ല മോളെ, ഇവിടെ ആരും വരില്ല. അങ്കിള് കൂടി ഉണ്ടെങ്കിൽ ആരും വരില്ല. പോവല്ലേ അങ്കിളെ? പോവല്ലേ പ്ലീസ്. മോളുടെ പേടി കണ്ടില്ലേ? അരുണേട്ടാ, ഏട്ടൻ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കുക, അതാ നല്ലത്. അത് നല്ലതായിട്ടാ. മോൾക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ. ആ, എന്നാ ഞങ്ങള് പോവാ, രാവിലെ വരാം. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, വയ്ക്കോളൂ. മോള് പേടിക്കണ്ട കേട്ടോ. അരുണെങ്കിലും ഇവിടെ ഉണ്ടാവും, ഇനി ആരും വരില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല.